യേശുവെ സ്തുതി, യേശുവെ നന്ദി, യേശുവെ ആരാധന. സങ്കീർത്തനങ്ങൾ 119:30. എൻ്റെ അതിരങ്ങൾ കർത്താവിനെ ഏറെ കൃതജ്ഞത അർപ്പിക്കും. ജനക്കൂട്ടത്തിൻ്റെ നടുവിൽ ഞാൻ അവിടുത്തെ പ്രകീർത്തിക്കും. എൻ്റെ പേര് വിജി ജോസഫ്. ഞാൻ ഉടമ്പടി എടുത്തത് 2022 മാർച്ച് 27-നാണ്. ഞാൻ 12 തവണ ഉടമ്പടി പുതുക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ പറയുന്നത് 4ാമത്തെ ഉടമ്പടി സാക്ഷ്യമാണ്. ഇതിനു മുൻപ് ഞാൻ ഇവിടെ ഉടമ്പടി സാക്ഷ്യം പറഞ്ഞത് പരിശുദ്ധ അമ്മ ആൾത്താരയിൽ പ്രത്യക്ഷപ്പെട്ട ഡിസംബർ 7-ാം തീയതിയാണ്. ഈ കഴിഞ്ഞ ഡിസംബർ 7-ാം തീയതി പരിശുദ്ധ അമ്മ എനിക്ക് അമ്മയുടെ മാധ്യസ്ഥാല എനിക്ക് തന്ന കൃപാഭവനത്തിൻ്റെ സാക്ഷ്യം ഞാൻ ഫാമിലിയായിട്ട് ഇവിടെ വന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഉടമ്പടിയിൽ വന്നിട്ട് എനിക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മീയ അനുഗ്രഹമാണ് ഞാൻ ഏറ്റവും മുൻപിൽ കാണുന്നത്. അതായത് എനിക്ക് എല്ലാറ്റിനെയും എല്ലാവരെയും ഉപരിയായിട്ട് എനിക്ക് എൻ്റെ ദൈവത്തെ സ്നേഹിക്കാൻ കഴിയുന്നതാണ് എനിക്ക് ലഭിച്ച ഏറ്റവും വലിയ അനുഗ്രഹം. മാത്രമല്ല, എന്ത് പ്രതിസന്ധി വന്നാലും എന്ത് പ്രശ്നങ്ങൾ വന്നാലും അതിനെ ശാന്തമായി കൈകാര്യം ചെയ്യാൻ കഴിയുന്നു എന്നുള്ളതാണ്. എത്ര വലിയ പ്രശ്നം വന്നാലും, മുൻപൊക്കെ ചെറിയ പ്രശ്നം വന്നപ്പോൾ തളരുന്ന വ്യക്തിയായിരുന്നു ഞാൻ. അപ്പോൾ അതിനെല്ലാം ശാന്തമായി കൈകാര്യം ചെയ്യാൻ കഴിയുന്നു എന്നതാണ് എനിക്ക് കിട്ടിയ അനുഗ്രഹം. ഇത് ഞാൻ എൻ്റെ എല്ലാ സാക്ഷ്യങ്ങളും ഞാൻ എൻ്റെ ആത്മീയമായിട്ടുള്ള അനുഗ്രഹങ്ങളാണ് ഞാൻ അതിനെ ഹൈലൈറ്റ് ചെയ്ത് എനിക്ക് എൻ്റെ മനസ്സിൽ കിട്ടാറുള്ളതും. പിന്നെ ഭൗതിക അനുഗ്രഹങ്ങൾ ഒരുപാട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതിൽ ആദ്യമായിട്ട് പറയാനുള്ളത്, എനിക്ക് ജോലി ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇടയ്ക്ക് ജോലിക്ക് പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ പല സാഹചര്യങ്ങളാൽ ആ ജോലികൾ പ്രൈവറ്റ് ഫേമിൽ വർക്ക് ചെയ്തിട്ടുണ്ട് പലതവണ. 1 വർഷം കഴിയുമ്പോൾ അല്ലെങ്കിൽ 6 മാസം കഴിയുമ്പോൾ അവിടെ നിന്ന് എന്തെങ്കിലും കാരണവശാൽ ജോലി മാറേണ്ട സാഹചര്യങ്ങൾ വരാറുണ്ട്. അങ്ങനെ ഇപ്പോൾ ഏകദേശം 8 മാസത്തോളമായിട്ട് വീട് പണിയൊക്കെ ആയിട്ട് സംബന്ധിച്ച് കുറച്ച് ജോലി മാറി നിൽക്കേണ്ട സാഹചര്യങ്ങളൊക്കെ വന്നു. അങ്ങനെ വന്നപ്പോൾ ഇപ്പോൾ വീട് താമസിച്ചിട്ട് ഇപ്പോൾ ഏകദേശം 4 മാസത്തോളമായി. പിന്നെ എനിക്ക് ജോലി ഒരു ആവശ്യമാണെന്ന് മനസ്സിൽ തോന്നിയൊരു സമയത്ത് ഞാനിങ്ങനെ ഒരു ദിവസം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ഉടമ്പടി പുതുക്കാൻ വരുന്നതിൻ്റെ 2 ദിവസം മുമ്പായിട്ട് മാതാവ് എന്നോട് പറഞ്ഞു, നീ ഇനി അടുത്ത പ്രാവശ്യം ഉടമ്പടി പുതുക്കുന്ന സമയത്ത്, അതായത് 2 ദിവസം മുമ്പാണ് എനിക്ക് മാതാവ് അങ്ങനെ ഒരു സന്ദേശം തന്നത്. നിനക്കൊരു ഗവൺമെൻറ് സ്ഥാപനത്തിൽ ജോലിക്കായിട്ട് ആഗ്രഹിക്കാനായിട്ട് നിയോഗം എഴുതാൻ പറഞ്ഞു. പണ്ട് മുതലേ എനിക്ക് ഗവൺമെൻറ് ജോലി എൻ്റെ ഒരു വലിയ സ്വപ്നമായിരുന്നു. പഠിക്കുന്ന സമയത്ത് നന്നായി പഠിക്കുമായിരുന്നെങ്കിലും PSCയുടെ റാങ്ക് ലിസ്റ്റുകളിലൊക്കെ പലതവണ വന്നെങ്കിലും അതൊക്കെ ക്യാൻസലായി പോവുകയുണ്ടായത്. അപ്പോൾ എനിക്കതൊരു വളരെ ഒരു വിഷമം ഉണ്ടായിരുന്നു പണ്ട്. പക്ഷെ പിന്നീട് ഞാനത് മറന്നു. അന്നൊന്നും എനിക്ക് ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നില്ല ആ കാലയളവിലൊന്നും. ഇപ്പോൾ എനിക്ക് അങ്ങനെ ബോധ്യം കിട്ടിയപ്പോൾ പരിശുദ്ധ അമ്മ ശക്തിയേറെ പറഞ്ഞ ബോധ്യം കൊണ്ട് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഉടമ്പടി പുതുക്കാൻ വന്നപ്പോൾ 1ാമത്തെ നിയോഗമായിട്ട് ഒരു ഗവൺമെൻറ് സ്ഥാപനത്തിലുള്ള ജോലി ചെയ്യാൻ ആഗ്രഹമുണ്ട് അമ്മയെന്നുള്ള രീതിയിൽ നിയോഗമായിട്ട് എഴുതി വെച്ചു. അമ്മയുടെ ശക്തിയേറിയ മാധ്യസ്ഥം വഴിയായിട്ട് വളരെ അത്ഭുതകരമായിട്ട് എനിക്കൊരു ഗവൺമെൻറ് സ്ഥാപനത്തിൽ എനിക്കിപ്പോൾ വർക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. കോൺട്രാക്റ്റ് ബേസിലാണ് എടുത്തേക്കണത് 2 വർഷത്തേക്ക്. പക്ഷേ അത് അവിടെ ജോയിൻ ചെയ്തപ്പോൾ എന്നോട് പറഞ്ഞത്, ഞാനിപ്പോൾ ജോലി ചെയ്യുന്നത് KSCBയിൽ അങ്കമാലി TMR ഡിവിഷനിലെ അവിടെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറിൻ്റെ DB ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവിടെ സ്ഥാപനത്തിലെ ഇൻ്റർവ്യൂ അത് കിട്ടാനുണ്ടായ സാഹചര്യവും വളരെയധികം അത്ഭുതകരമായിരുന്നു. കാരണം എൻ്റെ ഹസ്ബൻഡിൻ്റെ പെങ്ങൾ KSCBയിലെ അസിസ്റ്റൻറ്റ് എഞ്ചിനീയറാണ്. ചേച്ചി മുമ്പ് തൈക്കുടത്താണ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്, ഇപ്പം മലമ്പുഴയിലാണ്. അപ്പോൾ ചേച്ചിയോട് ഞങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും പ്രാർത്ഥന സഹായം അല്ലെങ്കിൽ എന്തെങ്കിലും മെസ്സേജ് ഉണ്ടെങ്കിൽ വാട്സപ്പിലൂടെ കൈമാറും. അപ്പോൾ പെട്ടെന്ന് ഒരു ദിവസം ഞാനിങ്ങനെ പറഞ്ഞു, എനിക്കൊരു ജോലിക്ക് ആഗ്രഹം ഉണ്ടെന്ന് മാത്രം ഒരു മെസ്സേജ് ടെക്സ്റ്റ് അയച്ചു. അപ്പോൾ ഉടനെ എൻ്റെ മെസ്സേജ് കണ്ട ഉടനെ ചേച്ചി പരിചയമുള്ള ഒരു സെക്ഷനിലേക്ക് വെറുതെ അവിടെ എന്തെങ്കിലും ഒഴിവുണ്ടോ എന്ന് ചോദിക്കാമെന്ന് മനസ്സിൽ മാതാവ് തോന്നിച്ച വഴിയായിട്ട് ഒരു നമ്പർ റിങ് ചെയ്തു. പക്ഷേ നമ്പർ മാറിപ്പോയിട്ട് തെറ്റി വിളിച്ചതാണ് അങ്കമാലി TMR ഡിവിഷനിലേക്ക്. പക്ഷേ അത് മാതാവ് മാറ്റി വിളിപ്പിച്ചതായിരുന്നു. കാരണം ആദ്യം പറഞ്ഞ സ്ഥലത്തെ വിളിച്ചിരുന്നെങ്കിൽ എനിക്ക് ആ ജോലി കിട്ടൂലായിരുന്നു. കാരണം അപ്പോൾ വിളിച്ച സ്ഥലം മാറിപ്പോയി. പക്ഷേ വിളിച്ചപ്പോൾ അവർ പറഞ്ഞു, ഇങ്ങനെ ചേച്ചി പറഞ്ഞു ഇങ്ങനെ ഒരാളുണ്ട്. അപ്പോൾ ഞാൻ ഡിപ്ലോമ ഇലക്ട്രോണിക്സ് പഠിച്ചതാണ്. അപ്പോൾ കാര്യം പറഞ്ഞു, ഇങ്ങനെ ഒരു ജോലിക്കുള്ള ഒഴിവുണ്ടോയെന്ന് അറിയാൻ വേണ്ടി, വേക്കൻസി ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ ഒരാളെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. നിലവിൽ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ DB പോവാണ്, ആൾക്ക് ഒരു അത്യാവശ്യ കാര്യമായിട്ട് അടുത്ത ദിവസങ്ങളിൽ മാറും. അപ്പം ഞങ്ങൾ ഒരാളെ കിട്ടണമെന്ന് അത്യാവശ്യമായിട്ട് ഞങ്ങൾ ആകെ ടെൻഷനിലായിരുന്നു, പുതിയൊരാളെ കിട്ടണമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ നിങ്ങളിങ്ങോട്ട് വിളിച്ചത് നന്നായി എന്ന് പറഞ്ഞിട്ട് അത്രയും അധികം അതായത് പരിശുദ്ധ അമ്മ ഒരുക്കിയ ജോലിയായിരുന്നു അത്. ഞാൻ ആഗ്രഹിച്ച സമയത്ത് എനിക്ക് ആ ചേച്ചീനോട് അങ്ങനെ പറയാനും, ചേച്ചി ആ സമയത്ത് മാറി വിളിച്ച നമ്പറായിരുന്നു. പക്ഷേ അത് മാതാവിൻ്റെ ഇടപെടലിലൂടെ കറക്റ്റ് സമയത്ത് എനിക്ക് ആ ജോലിയിൽ പ്രവേശിക്കാൻ പറ്റി. പിന്നെ അതാണ് എൻ്റെ ആദ്യത്തെ. 2ാമതായിട്ട് കിട്ടിയ
ആദ്യത്തേത് എൻ്റെ ആത്മീയ അനുഗ്രഹം, രണ്ടാമത്തെ ഭൗതിക അനുഗ്രഹത്തിൽ ആദ്യത്തെ അനുഗ്രഹമായിട്ട് ഇതാണ്. രണ്ടാമത്തേത് എൻ്റെ മോള് മരിയാണ്, മൂത്ത മോളാണ്. അവൾ ജർമ്മൻ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അവൾക്ക് കിട്ടിയ അവളുടെ നിയോഗം ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഉടമ്പടിയിൽ. അപ്പോൾ അവളുടെ നിയോഗം ഞാൻ വെച്ചത് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥയാൽ ജൂൺ 1 മുൻപ് ആ കാര്യം സാധിക്കണമെന്നായിരുന്നു. അത് വളരെ അത്ഭുതകരമായിട്ട് മാതാവിൻ്റെ ഇടപെടലിലൂടെ ഇപ്പം നടന്നിരിക്കുകയാണ്. ആ സാക്ഷ്യം അവൾ പറയുന്നതാണ്. കൊറിന്തോസ് 15:10 ഞാൻ എന്തായിരിക്കുന്നു അത് ദൈവകൃപയാലാണ്. എൻ്റെ മേൽ ദൈവം ചൊരിഞ്ഞ ദൈവകൃപയ്ക്ക് നിഷ്ഫലമായി പോയിട്ടില്ല. നേരെ മറിച്ച് മറ്റുള്ളവരെക്കാൾ ഞാൻ അധ്വാനിച്ചു. ഞാനല്ല, എന്നിലുള്ള ദൈവകൃപയാണ് എന്നിലൂടെ അധ്വാനിച്ചത്. ഈശോയെ മാതാവേ കോടാനുകൂടി നന്ദി. ഞാൻ ഈ ബലിയിൽ വന്ന സാക്ഷ്യം പറയാൻ എനിക്ക് ഇന്ന് അവസരം തന്നതിന്. ഞാൻ ഉടമ്പടി എടുത്തത് 2023 സെപ്റ്റംബർ 28 ഞാൻ മമ്മിയുടെയും പപ്പയുടെയും കൂടെ ഡിസംബർ 7 സാക്ഷ്യം വന്ന് പറഞ്ഞായിരുന്നു. എൻ്റെ വിസ സാക്ഷ്യം പറഞ്ഞു ഒരാഴ്ചയ്ക്കകം കിടുകയും ചെയ്തു. പിന്നെ എനിക്ക് അക്കോമഡേഷൻ്റെ പ്രശ്നം കാരണം 4 മാസത്തോളം വളരെയധികം വിഷമവും അനുഭവപ്പെട്ടിരുന്നു. അപ്പോൾ ഞാൻ അന്നൊക്കെ നന്നായി പ്രാർത്ഥനയിൽ കൂടുതൽ ദൃഢത പാലിച്ച് നല്ല രീതിയിൽ പ്രാർത്ഥിക്കുവാനും ദൈവികമായ കാര്യങ്ങളിൽ കുറച്ചും കൂടി ഉത്സാഹം കാണിക്കുവാനും തുടങ്ങിയപ്പോൾ എൻ്റെ അക്കോമഡേഷൻ്റെ കാര്യങ്ങൾ ഓരോന്നായി നടന്നു തുടങ്ങി. എൻ്റെ അക്കോമഡേഷൻ്റെ കാര്യങ്ങൾ റെഡിയായി കഴിഞ്ഞ് കുറച്ച് നാളത്തേക്ക് ടിക്കറ്റ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഏകദേശം 2-3 ആഴ്ചകളോളം ഏജൻറ്റ് വിളിച്ച് കുറേയും ചോദിച്ചായിരുന്നു. പക്ഷേ ടിക്കറ്റിൻ്റെ കാര്യം ഒന്നും പറയുന്നുണ്ടായിരുന്നില്ല. ഒരു രീതിയിൽ തീരുമാനങ്ങളും അറിയാണ്ടായപ്പോൾ ഞാൻ കരഞ്ഞ് മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ ഒരു തീരുമാനം ഒരുക്കി തരണേ, എനിക്ക് ജൂണിന് മുന്നേ എനിക്ക് ജർമ്മനിയിലെത്താനുള്ള അവസരം നൽകണേ എന്ന്. അങ്ങനെ ഈ 27 ചൊവ്വാഴ്ച ഞാൻ ടിക്കറ്റ് എടുത്ത് പോവുകയാണ്. 11 മണിക്കാണ് എൻ്റെ ഫ്ലൈറ്റ്. ഈശോയ്ക്കും മാതാവിനും കോടാനുകൂടി നന്ദി. മാതാവിൻ്റെ സാന്നിധ്യം എനിക്ക് എപ്പോഴും അനുഭവപ്പെടാൻ പറ്റുന്നുണ്ട്. ഞാൻ പ്രാർത്ഥിക്കുമ്പോഴും എനിക്ക് വിഷമം തോന്നുമ്പോഴൊക്കെ മാതാവിൻ്റെ ആ ഒരു ആഷ് കളർ നീലങ്ക കൊണ്ട് ആ ഒരു ആഷ് കളറിലുള്ള ഒരു തുണി കൊണ്ട് എന്നെ മൂടുന്ന പോലത്തെ ഒരു ഫീലിംഗ്, ഒരു കുളിർമയുള്ള ഫീലിംഗ് ഒക്കെ ഉണ്ടാവാറുണ്ട്. ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന സമയത്തൊക്കെ മെഴുകുതിരിയിൽ മാതാവിൻ്റെ രൂപവും പിന്നെ മെഴുകിൽ പൂവിൻ്റെ നാളങ്ങളായിട്ടൊക്കെ കാണാറുണ്ട്. ഈശോയെ മാതാവെ കോടാനുകൂടി നന്ദി. അടുത്തതായിട്ട് എൻ്റെ സാക്ഷ്യത്തിൽ വീണ്ടും കിട്ടിയൊരു അനുഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരിയയുടെ ഞങ്ങൾക്ക് വീട് പണിയൊക്കെ സംബന്ധിച്ച് വീട് പണി കഴിഞ്ഞ സമയമായതുകൊണ്ട് സാമ്പത്തികമായിട്ട് എല്ലാവർക്കും അറിയാലോ നല്ല ഞെരുക്കത്തിൻ്റെ സമയമായിരുന്നു ഇപ്പം. അപ്പോൾ പെട്ടെന്ന് മോൾക്ക് പോകേണ്ട ആവശ്യം വന്നപ്പോൾ കാര്യം ജർമ്മനിക്ക് അധികം പൈസ എക്സ്പെൻസ് വരുമില്ലെങ്കിലും ഏകദേശം ഒരു 4.5 ലക്ഷം രൂപ വരുമായിരുന്നു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അതൊരു വലിയൊരു ബാധ്യതയായിരുന്നു. അപ്പം ഞങ്ങൾക്ക് എനിക്ക് ആഗ്രഹം എപ്പോഴും ഞാൻ ഇതിനു മുമ്പ് സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്, വീട് പണിക്ക് വേണ്ടി ബാങ്ക് ലോൺ ഇല്ലാണ്ട് നടക്കണമെന്ന് മാതാവിൻ്റെ നിയോഗം വെച്ചിട്ട് ബാങ്ക് ലോൺ ഇല്ലാണ്ടാണ് പരിശുദ്ധ അമ്മ ഇടപെട്ട് ഞങ്ങൾക്ക് വീട് പണി പൂർത്തിയാക്കിയത്. പക്ഷേ മോളുടെ പേരിൽ എനിക്ക് അറിയാമായിരുന്നു അതെന്തെങ്കിലും ചെറിയ ലോൺ എടുക്കേണ്ടി വരുമെന്ന്. അപ്പോഴും ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവ് വലിയ ഇൻട്രസ്റ്റ് ഇല്ലാത്തൊരു ലോൺ കിട്ടണം എന്ന് ആഗ്രഹം പറഞ്ഞു. പക്ഷേ അപ്പോൾ എഡ്യൂക്കേഷൻ ലോണൊക്കെ 10%, 10.5% പല ബാങ്കിനെ സമീപിച്ചപ്പോഴും അവരങ്ങനെ പറഞ്ഞു. അപ്പം ഞാനിങ്ങനെ എന്ത് ചെയ്യണമെന്ന് അങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. ഗോൾഡെല്ലാം ഉണ്ടെങ്കിലും കുറേയൊക്കെ ഒരു വീട് പണിയുടെ ആവശ്യങ്ങളൊക്കെ ആയിട്ട് മാറ്റി വെച്ചിരിക്കുകയായിരുന്നു, മാറിപ്പോയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയാണ്ട് ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് പരിശുദ്ധ അമ്മ കൃപാസന മാതാവ് ഇവിടെ ഉടമ്പടി എടുത്ത ഒരു അമ്മച്ചി വഴിയായിട്ട് ഞങ്ങളുടെ അടുത്തുള്ള ഒരു അമ്മച്ചിയാണ്. ആ അമ്മച്ചി പറഞ്ഞു, മോളെ നീ ഗ്രാമീൺ ബാങ്കിൽ കർഷക വായ്പയ്ക്കൊന്ന് അപേക്ഷിക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു അത് നമുക്ക് കിട്ടില്ല, എനിക്ക് ഉറപ്പായിട്ടും കിട്ടില്ല, കാരണം ഞങ്ങൾക്ക് ആകെ 17 സെൻറ്റ് സ്ഥലമുള്ളൂ. പിന്നെ കർഷക ലോണൊന്നും അങ്ങനെ ഇപ്പോൾ ആർക്കും അങ്ങനെ സാങ്ഷൻ ചെയ്യുന്നില്ല. അപ്പോൾ വെറുതെ അപേക്ഷിക്കാമെന്നല്ലാണ്ട് കാര്യമൊന്നുമില്ലെന്ന് ഞാൻ എൻ്റെ മനസ്സിൽ തോന്നി. പക്ഷേ ആ അമ്മച്ചി പറഞ്ഞു വീണ്ടും ഫോഴ്സ് ചെയ്ത് സാരമില്ല നീ ഒന്ന് നോക്ക് എന്ന് പറഞ്ഞു. ഞാൻ എന്നിട്ട് ആ അമ്മച്ചി പറഞ്ഞ ഒരു വാക്കുകൾ മാത്രം അല്ലാണ്ട് എനിക്ക് അതൊരു ഉള്ളിലൊരു തോന്നിയില്ല, കാരണം അത് കിട്ടില്ല എന്നുള്ള ചിന്തയായിരുന്നു എൻ്റെ. പക്ഷേ അമ്മച്ചി നിർബന്ധിച്ചിട്ട് ഞാൻ പോയി ബാങ്കിൽ ചെന്നു. ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടിയാണ് പോയത്. അപ്പോൾ അവർ ചോദിച്ചു നിങ്ങൾക്ക് എന്താണ് പ്രോപ്പർട്ടി? 17 സെൻറ്റ് സ്ഥലമാണുള്ളതെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു മിനിമം 60 അല്ലെങ്കിൽ 50 സെൻറ്റ് സ്ഥലമെങ്കിലും വേണം, എന്നാലാണ് കർഷക ലോൺ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഗോൾഡ് ലോണിൽ 8.5% വയ്ക്കാമെന്നെല്ലാം പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, ഞങ്ങളുടെ സാഹചര്യം പറഞ്ഞു, ഇപ്പോൾ ഇച്ചിരി ടൈറ്റുള്ള സമയമാണ്, വീട് പണിയൊക്കെ. അപ്പോൾ ഞങ്ങൾക്ക് വലിയ ഇൻട്രസ്റ്റിൽ ലോൺ എടുക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞു.
അപ്പോൾ അവിടുത്തെ മാനേജർ സഞ്ജു സാറും അതുപോലെ അസിസ്റ്റൻറ്റ് മാനേജറൊക്കെ ഞങ്ങളോട് വളരെയധികം അത് ഞാൻ അവിടെ പോയപ്പോൾ കൃപാസനത്തിൽ ഉപ്പ് ഞാൻ എവിടെ പോയാലും ഏത് ഓഫീസിൽ പോയാലും എൻ്റെ കയ്യിൽ ഉപ്പ് ഉണ്ടാവും, നേർച്ച വസ്തുക്കൾ ഉണ്ടാവും. അവിടെ വെച്ച് ലോണിന് വേണ്ടി സംസാരിക്കാൻ പോകുന്നതിന് മുമ്പ് തന്നെ കയ്യിൽ ഉപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു. കയറുന്നതിന് മുമ്പ് മാനേജറുടെ ക്യാബിലേക്ക് പോകുന്നതിന് മുമ്പ് ഉപ്പ് ഇട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വളരെ അതിശയകരമായിട്ട് സഞ്ജു സാറ് പറഞ്ഞു, സാരമില്ല, ഞാൻ ഒന്നും കൂടി നോക്കട്ടെ, നാളെ ഒന്നും കൂടി പോയി ഒന്നും കൂടി വാ, അടുത്ത ദിവസം നമുക്ക് എന്തെങ്കിലും മാർഗം ഉണ്ടാവും, ഒന്ന് ചെന്ന് ഒന്നും കൂടി അന്വേഷിക്കാൻ പറഞ്ഞു. അങ്ങനെയാണ് എന്നോട് പറഞ്ഞത്. പക്ഷേ ഞാൻ അത് കഴിഞ്ഞ് വൈകുന്നേരം വീട്ടിൽ വന്നു കഴിഞ്ഞപ്പം എൻ്റെ 2 സുഹൃത്തുക്കൾ, ഇപ്പം നേരത്തെ പറഞ്ഞ അമ്മച്ചിയും വേറൊരു സുഹൃത്തും വഴിയായിട്ട് അവരുടെ തന്നെ സ്ഥലത്തിൻ്റെ കരടച്ച റെസീറ്റും എല്ലാം തന്ന്, ശരിക്കും പറഞ്ഞാൽ പ്രോപ്പറായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് യാതൊരു യോഗ്യതയില്ല. കാരണം അത് അവർ പറഞ്ഞ രീതിയിലുള്ള കാര്യങ്ങളൊന്നും തന്നെ ഞങ്ങളുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. പക്ഷേ അവരതൊന്നും ഒരു കാര്യമായിട്ട് പരിഗണിച്ചില്ല. അവർ പറഞ്ഞത്ര ആസ്തിയൊന്നും നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. എന്നിട്ട് പോലും എൻ്റെ ഹസ്ബൻഡിൻ്റെ പേരിൽ എഡ്യൂക്കേഷൻ ലോൺ ഇവൾക്ക് ആവശ്യമുള്ളത്ര ഞങ്ങൾക്ക് തരാനായിട്ട് അനുവദിച്ചു. അപ്പം നമുക്ക് ഇൻട്രസ്റ്റ് വളരെ കുറവായിരുന്നു. അത് ഞങ്ങൾക്ക് വലിയ അനുഗ്രഹം. അത് മാത്രമല്ല, ഞങ്ങൾക്ക് ലോൺ സാങ്ഷൻ ആയത് ഞങ്ങൾ കൊടുത്ത അതേ ദിവസം തന്നെ ഞങ്ങൾക്ക് ലോൺ സാങ്ഷനായി. സാധാരണ രീതിയിൽ ഇവിടെ എല്ലാവരും സാക്ഷ്യം പറയുന്നത് കണ്ടിട്ടുണ്ട്, ലോണിൻ്റെ പുറകെ ഒരുപാട് നാളുകൾ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ലോണിൻ്റെ പുറകിൽ ഞങ്ങൾ ആകെ 2 ദിവസം മാത്രമാണ് നടന്നത്. ഞങ്ങൾക്ക് ആവശ്യമുള്ള പേപ്പറുകളൊക്കെ ഞങ്ങൾക്ക് ആൾക്കാർ ഇവിടെ കൊണ്ടുവന്ന് തരുമായിരുന്നു. അല്ലാണ്ട് ഞങ്ങൾ വേണോ എന്ന് ചോദിച്ചാൽ അവർ തന്നെ അവരുടെ റെസീറ്റ്, കരടച്ച റെസീറ്റ് ഞങ്ങൾക്ക് തരുമായിരുന്നു. അല്ലാണ്ട് അതിന് പുറകെ ഞങ്ങൾ ഒരുപാട് അലയേണ്ടി വന്നിട്ടില്ല. ഇതാണ് എൻ്റെ 2ാമത്തെ സാക്ഷ്യം. പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും കൊടാനുകൂടി നന്ദി. 3ാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത്, ഞങ്ങൾ പുതിയ വീട് പണിതതിൻ്റെ KSEBിയുടെ ഒരു പോസ്റ്റ് വീടിൻ്റെ ഫ്രണ്ടിൽ ഉണ്ടായിരുന്നു. അവിടെ ഒരു വളവായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ആ പോസ്റ്റ് മാറ്റണം എന്നുള്ളത് ഞങ്ങളുടെ വ്യക്തിപരമായ ഒരു ആവശ്യമായിരുന്നു. കാരണം അതായത് കാറ് അകത്തേക്ക് കയറ്റാനും പിന്നെ മാത്രമല്ല ഗേറ്റ് പണിയുമ്പോഴൊക്കെ അതൊരു വലിയ തടസ്സമായി നിൽക്കും. പൊതുവേ ഞങ്ങളുടെ വീടിൻ്റെ വഴി കുറച്ച് വീതി കുറവാണ്. അപ്പോൾ അതുകൊണ്ട് ആ പോസ്റ്റ് വളരെ തടസ്സമായിരുന്നു. പോസ്റ്റ് ഒന്ന് മാറ്റാനായിട്ട് ഞങ്ങൾ ആഗ്രഹിച്ചു. മാതാവിനോട് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു. അപ്പോൾ ഞങ്ങളുടെ വീട് പരിസരത്തുള്ള ആൾക്കാർക്കൊക്കെ ഞങ്ങൾ പോസ്റ്റ് മാറ്റുന്നതുകൊണ്ട് അവർക്ക് തടസ്സമൊന്നും ഇല്ലെങ്കിലും ഞങ്ങളുടെ പോസ്റ്റ് മാറ്റാനായിട്ട് അവരെല്ലാം വളരെയധികം തടസ്സം നിന്നിരുന്നു. അപ്പോൾ ഞങ്ങൾക്കത് വളരെ വിഷമമായി. കാരണം അവർക്ക് പ്രശ്നമില്ലെങ്കിലും ഞങ്ങളുടെ പോസ്റ്റ് മാറ്റുന്നതുകൊണ്ട് അവർക്ക് എന്താ തടസ്സം എന്ന് ഞങ്ങൾ വിചാരിച്ചു. പക്ഷേ പലതവണ അസിസ്റ്റൻറ്റ് AE ഒക്കെ വന്ന് നോക്കി പോയപ്പോഴും അവരെയൊക്കെ തടസ്സപ്പെടുത്തുകയാണ് അവർ ചെയ്തത്. പക്ഷേ എനിക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു. ഞാൻ ഉടമ്പടിയിൽ നിയോഗം വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ എല്ലാ ദിവസവും ഉടമ്പടി പോസ്റ്റിന് ചുറ്റുമിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എത്രത്തോളം നമ്മളെ ബുദ്ധിമുട്ടിച്ച ആ വ്യക്തികളൊക്കെ വളരെ സോഫ്റ്റായി പെരുമാറാനും പിന്നെ പരിശുദ്ധ അമ്മയുടെ ശക്തിയേറിയ മാധ്യസ്ഥം വഴിയായിട്ട് ഏകദേശം 40,000 രൂപ വരുമായിരുന്നു ആ പോസ്റ്റ് മാറ്റാനായിട്ട്. കാരണം അങ്ങനെ അത്രയും ചിലവ് വരുമെന്ന് പറഞ്ഞത് വെറും 24,000 രൂപയ്ക്ക് ആ പോസ്റ്റ് മാറ്റാനും, അത് ഞങ്ങൾ വിചാരിച്ചാലും ഭംഗിയിപ്പോൾ കുറച്ചും കൂടി സ്പേസി ആയിട്ടുള്ള രീതിയിൽ അത് പോസ്റ്റ് മാറ്റി ഭംഗിയായി സ്ഥാപിക്കാനും സാധിച്ചു. പിന്നെ വേറെ ഒരു നിയോഗം എന്ന് പറയുന്നത്, ഇതുപോലെ തന്നെ ഞങ്ങളുടെ വീട് പണിക്കായിട്ട് KSFEയുടെ ഒരു ചിട്ടി ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുവേണ്ടി സെക്യൂരിറ്റി ആയിട്ട് എൻ്റെ ഗോൾഡ് വെച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ പേപ്പറുകൾ നഷ്ടപ്പെട്ടു പോയി എൻ്റെ. അതായത് വീട് അങ്ങോട്ട് കൂടി ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കാണ്ട് അതിൻ്റെ കൈമോശം പോയി. അതിനുശേഷം ഞാനത് വീണ്ടും അത് എടുക്കേണ്ട ആവശ്യം വന്നപ്പോൾ മോളുടെ ആവശ്യത്തിന് എൻ്റെ ലോണിൻ്റെ കാര്യങ്ങൾക്കൊക്കെ നടന്ന സമയത്തും ഈ സംഭവം നഷ്ടപ്പെട്ടു പോയപ്പോൾ ഇത് പേപ്പറില്ലാണ്ട് അത് ഗോൾഡ് നമുക്ക് തിരിച്ചു കിട്ടാനായിട്ടുള്ള യാതൊരു മാർഗ്ഗമില്ലാത്ത അവസ്ഥ വന്നു. അപ്പം അങ്ങനെയായി കഴിഞ്ഞപ്പോൾ അവിടുത്തെ മാനേജർ പറഞ്ഞു, KSEBിയിലെ മാനേജർ പറഞ്ഞു അത് പേപ്പർ നഷ്ടപ്പെട്ടാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് എല്ലാ രീതിയിൽ പറഞ്ഞു. ഞാൻ അതുപോലെ തന്നെ ഉപ്പിട്ട് പ്രാർത്ഥിച്ചു. മാനേജറിൻ്റെ ക്യാബിനിൽ വെളിയിൽ ഉപ്പിട്ട് പ്രാർത്ഥിച്ചു. മാനേജർ ആദ്യം പറഞ്ഞു, നിങ്ങളിത് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇത് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എന്താണ് ഇതിന് തെളിവ്, നിങ്ങളിവിടെ നിന്ന് എടുത്തു എന്നുള്ളതിന് എന്താണ് തെളിവെന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് പറഞ്ഞു. പക്ഷേ ആദ്യം അങ്ങനെ പറഞ്ഞെങ്കിലും കുറച്ച് നേരം ഞാൻ വെളിയിലിരുന്ന് പ്രാർത്ഥിച്ചു. ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സാരമില്ല, പേപ്പറൊന്നും വേണ്ട, എൻ്റെ റിസ്കിൽ ഞാൻ തന്നേക്കാം എന്ന് പറഞ്ഞിട്ട് ആ ഗോൾഡ് മുഴുവൻ എനിക്ക് തിരിച്ചു നൽകുകയാണ് ചെയ്തത്. അത് വലിയ പരിശുദ്ധ അമ്മയുടെ ഇടപെടലായിട്ട് ഞാൻ കണക്കാക്കുന്നു. പിന്നെ വേറൊരു വലിയൊരു അനുഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഞങ്ങളുടെ വീട്ടിലിങ്ങനെ എന്ത് സാമ്പത്തിക ആവശ്യം വന്നാലും ഞങ്ങളുടെ കയ്യിൽ ചിലപ്പോൾ
ഒറ്റ പൈസ പോലും ഉണ്ടാവാത്ത സാഹചര്യങ്ങളിൽ ചില ആവശ്യങ്ങൾ വരുന്ന സമയത്തുണ്ടെങ്കിൽ അങ്ങനെ വരുമ്പോഴും പരിശുദ്ധ അമ്മ ഇടപെട്ട് ആരിലൂടെയെങ്കിലും ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഈ അടുത്ത് തന്നെ ഏറ്റവും ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഏറ്റവും അടുത്ത് തന്നെ ഞങ്ങളുടെ വീട്ടിൽ കുറച്ച് ഷീറ്റ് വർക്ക് ചെയ്യേണ്ട വളരെ അത്യാവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്കിപ്പോൾ അതിനുള്ള സാമ്പത്തികം ഇപ്പം നിലവിലില്ല എന്നുള്ള രീതിയിൽ അത് മാറ്റി വയ്ക്കാൻ തീരുമാനിച്ചിരുന്നു. പക്ഷേ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവ് ഇത് എങ്ങനെയെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, കയ്യിലാണെങ്കിൽ ഇപ്പോൾ അതിനുള്ള സാമ്പത്തികം ഇല്ലാത്ത അവസ്ഥയാണല്ലോ എന്ന് വിചാരിച്ചു. പക്ഷേ അത് ഞാൻ മനസ്സിൽ മാതാവിനോട് നിയോഗം പറഞ്ഞത് അത് അന്ന് വൈകുന്നേരം എനിക്ക് 4 പിള്ളേരാണുള്ളത്. അപ്പോൾ ഞങ്ങളുടെ ലാർജ് ഫാമിലി എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പുണ്ട്, CMC സിസ്റ്റേഴ്സിൻ്റെ. അവരിങ്ങനെ റിവോൾവിങ് ഫണ്ടൊക്കെ കൊടുക്കാറുണ്ട്. അതായത് ഇപ്പം ഞങ്ങളുടെ ഫാമിലിയിൽ കുറച്ച് മെമ്പേഴ്സ് ഉണ്ട് ആ ഗ്രൂപ്പിൽ. അപ്പോൾ അവർക്ക് വേണ്ടി എന്തെങ്കിലും ആവശ്യങ്ങൾ വരുമ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ റിവോൾവ് വേണ്ടി 50,000 അങ്ങനെയൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ റിവോൾവിങ് ഫണ്ടായിട്ട് കൊടുക്കും. പിന്നെ അത് നമ്മൾ 50 രൂപയാണ് നമ്മൾ എടുക്കണമെങ്കിൽ 45 രൂപ അടച്ചാൽ മതി. അതിങ്ങനെ 2,000 3,000 എങ്ങനെ നമ്മുടെ അതുപോലെ അങ്ങനെ അടയ്ക്കുകയാണ് പതിവ്. അപ്പോൾ ഇങ്ങോട്ട് അതിൻ്റെ കോർഡിനേറ്ററായിട്ടുള്ള സിസ്റ്റർ എന്നെ ഫോൺ വിളിച്ച് പറഞ്ഞു, ഇങ്ങനെ വിജി ഒരു റിവോൾവിങ് ഫണ്ട് ഉണ്ട്, വേണോ, താല്പര്യം ഉണ്ടോ എന്ന് ചോദിച്ചു. സത്യം പറഞ്ഞാൽ ഞാൻ അതിശയം വിചാരിച്ചു. കാരണം ഞാൻ മനസ്സിൽ മാതാവിനോട് പറഞ്ഞ സമയത്ത് അമ്മ ഇടപെട്ട് സാമ്പത്തികം ഞാനത് വിചാരിച്ചു എങ്ങനെ നടക്കുമെന്ന് വിചാരിച്ചു. പിറ്റേ ദിവസം തന്നെ അവിടെ ചെന്നപ്പോൾ സിസ്റ്റർമാർ അന്ന് തന്നെ 50,000 രൂപയുടെ ചെക്ക് ഞങ്ങൾക്ക് എഴുതി തന്നു. അത് ഞങ്ങൾക്ക് വലിയൊരു അത്ഭുതമായി തോന്നി. കാരണം ഞാനത് മാതാവിനോട് വെറുതെ ഒന്നും ഉള്ളിൽ ആഗ്രഹം പറഞ്ഞേ ഉള്ളൂ, പക്ഷെ അതെനിക്ക് നടത്തി തന്നു. ഇതുപോലെ ചെറുതും വലുതായി പറയാനാണെങ്കിൽ ഇതൊന്നുമല്ല, 1 മണിക്കൂർ തീർത്താലും തീരാത്ത ഒരുപാട് അനുഗ്രഹങ്ങൾ എനിക്കും എൻ്റെ കുടുംബത്തിന് പരിശുദ്ധമ്മ തന്നിട്ടുണ്ട്. ഞങ്ങൾക്ക് ചെയ്യുന്ന പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ മാസവും ഇവിടെ വന്ന് മാസത്തിൽ 1 തവണ എന്തായാലും വരും, ചില പ്രാവശ്യങ്ങളിൽ 2 തവണ വരും. എന്നിട്ട് പത്രം വാങ്ങിച്ച് വിതരണം ചെയ്യാറുണ്ട്. പിന്നെ അതായത് ഇവിടെ ഉടമ്പടി എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഉടമ്പടിയിൽ ഏകദേശം 3 വർഷമായി. ഞാൻ പറഞ്ഞ എൻ്റെ ഉടമ്പടി ഞാൻ പറഞ്ഞ സാക്ഷ്യങ്ങൾ കേട്ടിട്ട് എൻ്റെ ഒരുപാട് കൂട്ടുകാർ സുഹൃത്തുക്കളൊക്കെ അങ്ങനെ ഉടമ്പടി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ അടുത്തൊരു 45 വയസ്സായിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ഞങ്ങളുടെ അയൽവക്കത്തുള്ളതാണ്. ചേട്ടൻ കല്യാണം ആവാണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ ഉടമ്പടി എടുക്കാൻ ഒരുപാട് തവണ നിർബന്ധിച്ചെങ്കിലും ആൾക്ക് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. അതെങ്ങനെ എനിക്ക് നടക്കുമെന്നൊക്കെ പറഞ്ഞ് ആൾ ഒരുപാട് ഒഴിഞ്ഞ് മാറി. പക്ഷേ ഞാനത് നിർബന്ധിച്ച് ഞാൻ പലതവണ പറഞ്ഞ് ആൾ വന്ന് ഉടമ്പടി എടുത്തു. എന്നിട്ട് കല്യാണാലോചന പലതും വന്നെങ്കിലും ചെറിയ തടസ്സങ്ങളൊക്കെ വന്നു. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഒരു ആലോചന വന്നു, പെട്ടെന്ന് വന്നതായിരുന്നു. അത് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അവരുടെ പെട്ടെന്ന് ഫിക്സ് ആവുകയും അവരുടെ കല്യാണം കഴിഞ്ഞ ആഴ്ചയായിരുന്നു കല്യാണം നടന്നത്. അപ്പോൾ അത് വളരെയധികം അത്ഭുതകരമായിരുന്നു. അവർക്ക് തന്നെ വളരെ അതിശയമായിരുന്നു. അതും ഈ കൃപാസനത്തിൽ ഉടമ്പടി എടുക്കാനായിട്ട് ആൾക്കാരെ കൊണ്ടുവരുന്ന ഒരു ടീമിലത്തെ ഒരു ചേട്ടൻ വഴിയായിട്ടാണ്, അതായത് ഇവിടെ വരുന്ന ഒരു ആൾ വഴിയായിട്ടാണ് അത് നടന്നത്. അത് മാതാവിൻ്റെ വലിയ ഇടപെടലായിട്ട് ഞാൻ കണക്കാക്കുന്നു. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം, കാരുണ്യ പ്രവർത്തികളായിട്ട് ഞാൻ ചെയ്യുന്നത് ഓർഫണേജുകളിൽ പോയി അവരെ സർവീസ് ചെയ്യാറുണ്ട്. പിന്നെ ഭക്ഷണ പൊതികൾ കൊടുക്കാറുണ്ട്. പിന്നെ എൻ്റെ കയ്യിലുള്ള രീതിയിലുള്ള ഇപ്പോൾ സാമ്പത്തികമായിട്ട് എനിക്ക് ആര് വന്നാലും കയ്യിലുള്ളതിനനുസരിച്ച് ചിലപ്പോൾ സാമ്പത്തിക സഹായമായിട്ടായിരിക്കും, അല്ലെങ്കിൽ വസ്ത്രമായാലും എന്തായാലും നമുക്ക് പറ്റാവുന്ന രീതിയിൽ ഞാൻ ചെയ്യാറുണ്ട്. പിന്നെ എനിക്കറിയാവുന്ന ഞാനിപ്പോൾ മോളോട് എപ്പോഴും പറയും, അവൾ എന്നോട് പറയും, മമ്മി ഞാൻ ഉടമ്പടി എടുത്തിട്ട് എനിക്ക് സാമ്പത്തികമായിട്ട് സഹായിക്കാൻ പറ്റില്ലല്ലോ എന്ന്, എനിക്ക് ജോലിയില്ലല്ലോ എന്ന് അവൾ പറയും. അപ്പോൾ ഞാൻ പറയും, നീ ജോലി ഇല്ലെങ്കിൽ സാമ്പത്തിക സഹായം ചെയ്യേണ്ട, നിനക്ക് ഉള്ള അറിവ്, ഇപ്പോൾ ജർമ്മൻ പഠിക്കുകയാണെങ്കിൽ അവൾ പറയും അങ്ങനെയുള്ള പിള്ളേരെ പഠിപ്പിക്കണം, അല്ലെങ്കിൽ നിനക്കറിയാവുന്ന കാര്യങ്ങൾ എന്തെങ്കിലും നിനക്കറിയാവുന്നത് ഫ്രീ ആയിട്ട് പറഞ്ഞു കൊടുക്കുക, അല്ലെങ്കിൽ അവരെ കൂടുതൽ പഠിപ്പിക്കുക. അത് തന്നെ ഒരു അറിവല്ല. അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. ഞാനായാലും അവളായാലും അങ്ങനെയൊക്കെ അറിയാത്ത കാര്യങ്ങൾ മറ്റുള്ളവർ പറഞ്ഞു കൊടുത്ത് അവരെ അതിനുവേണ്ടി പഠിക്കാനും ഒക്കെ പ്രോത്സാഹിപ്പിക്കാറുണ്ട്. ഇതെല്ലാമാണ് എനിക്ക് ഇതെല്ലാമാണ് ഞങ്ങൾ ചെയ്യുന്ന കാരുണ്യ പ്രവർത്തികൾ. ആത്മീയ ബോധ്യങ്ങളാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് ഏറ്റവും കൂടുതലായിട്ട് ഞാനിപ്പോൾ എൻ്റെ വീട്ടിലും ഹസ്ബൻഡിനോടായാലും പിള്ളേരോടായാലും പറയാറുണ്ട്, എനിക്ക് എൻ്റെ ഈശോ കഴിഞ്ഞിട്ടേ ഉള്ളൂ ആരും. ഞാൻ എപ്പോഴും പറയാറുണ്ട്. കാരണം എന്ത് പ്രതിസന്ധി വന്നാലും ഞാൻ ഏറ്റവും ആദ്യം ചെല്ലുന്നത് എനിക്ക് കിട്ടിയ വലിയ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ആരാധനാ ചാപ്പലുണ്ട്. 2 മിനിറ്റ് നടന്നാൽ മതി. രാവിലെ 8 മണി മുതൽ രാത്രി 10 മണി വരെ ഉണ്ട്. അപ്പോൾ എന്ത് പ്രശ്നം വന്നാലും ഞാൻ ഓടി ആരാധനാ ചാപ്പലിൽ പോയിരുന്നു. 1 മണിക്കൂർ ഇരിക്കും. ആരാധന കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ എനിക്ക് മനസ്സിന് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ പിന്നെ ഞാൻ ആ പ്രശ്നം ഞാൻ മറക്കും. അപ്പോൾ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് അതുതന്നെയാണ്. അതായത് ദൈവത്തോടു കൂടി ആയിരിക്കാനും ദൈവവചനം അനുസരിച്ച് ജീവിക്കാനും ദൈവഹിതം തേടാനും ഉള്ള ഒരു വലിയൊരു തിരിച്ചറിവാണ് എനിക്ക് കിട്ടിയത്. പിന്നെ വിശുദ്ധി എന്ന ആ കാര്യത്തിന് 1-ാം സ്ഥാനം നൽകാനും
പിന്നെ നിത്യജീവൻ ലക്ഷ്യമാക്കി. നിത്യജീവൻ എന്നൊക്കെ നമ്മൾ ക്രിസ്ത്യാനികൾ പറയുമ്പോൾ ഞാൻ വിചാരിക്കും എന്താണ് നിത്യജീവൻ എന്ന്. ശരിക്കും പറഞ്ഞ ഉടമ്പടി ക്ലാസ് എല്ലാ ആഴ്ചയിലും അച്ഛൻ്റെ കേൾക്കുമ്പോൾ ഞാനും മോളും ഒരു ഡയറി എടുത്ത് അച്ഛൻ പറയുന്ന ഓരോ കാര്യങ്ങളും വചനങ്ങളും ഒക്കെ എഴുതി വയ്ക്കും, ഒരു ഡേറ്റ് ഇട്ട് എഴുതി വയ്ക്കും. അങ്ങനെയാണ് ശരിക്കും ഞങ്ങൾ പഠിക്കണ പോലെയാണ് ശരിക്കും ഉടമ്പടി ക്ലാസ്. അപ്പോൾ നിത്യജീവൻ എന്താണെന്ന് അച്ഛനിലൂടെയാണ് എനിക്ക് കൂടുതലായിട്ട് മനസ്സിലായത്. പിന്നെ ബൈബിളൊക്കെ വായിക്കുമ്പോഴും കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാനും അത് ഓരോ പണ്ടൊക്കെ ഞാൻ ബൈബിള് അരമണിക്കൂർ കൊണ്ട് ചിലപ്പോൾ 5-6 അധ്യായമൊക്കെ വായിക്കും. അപ്പോൾ അച്ഛൻ പറഞ്ഞു അങ്ങനെ വായിച്ചിട്ട് കാര്യമില്ല, ഒരു പാരഗ്രാഫാണെങ്കിലും അത് മനസ്സിരുത്തി വായിക്കണം, അതിൽ പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കണം, അതാണ് കാര്യമുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ഇപ്പം ഞാൻ അങ്ങനെ ഒരുപാട് കൂടുതൽ, അതായത് 5-6 അധ്യായം വായിക്കാനല്ല, വായിക്കുന്ന ഭാഗം മനസ്സിരുത്തി അത് പലതവണ വായിച്ച് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി. പരിശുദ്ധ അമ്മ വചനം മാംസമായ പോലെ ഞാൻ എപ്പോഴും ഇങ്ങനെ വചനമൊക്കെ വെറുതെ നടക്കുമ്പോഴും ബസ്സിൽ പോകുമ്പോഴും അല്ലെങ്കിൽ അങ്ങനെ വെറുതെ ഇരിക്കുമ്പോഴൊക്കെ ചിലപ്പോൾ ഉറക്കത്തിലൊക്കെ എല്ലാവരും ഉറക്കത്തിൽ സ്വപ്നം കാണാം, ഞാൻ പക്ഷേ ഉറക്കത്തിൽ മിക്കവാറും വചനമായിരിക്കും പറയാറ്. ഇപ്പോൾ എല്ലാ ദിവസവും എനിക്കങ്ങനെ ചില ദിവസങ്ങളിൽ രാത്രി കിടക്കുമ്പോൾ ഞാൻ തന്നെ അറിയാണ്ട് വചനം പറയാറുണ്ട്. രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ ആ വചനമായിരിക്കും എൻ്റെ മനസ്സിൽ നിൽക്കുന്നത്. അപ്പോൾ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ആത്മീയ വളർച്ച എന്ന് പറഞ്ഞത് തന്നെയാണ് അത് പ്രതിസന്ധിയിൽ പിടിച്ചു നിൽക്കുക. ഈ കൃപാസനം എന്നുള്ള ധ്യാന കേന്ദ്രവും ഈ ജോസഫ് അച്ഛനും ഒക്കെ നമുക്കും ഈ ഇവിടെയുള്ള എല്ലാവർക്കും തരുന്ന വലിയൊരു ആത്മീയ കരുത്തെന്ന് പറയുന്നത് വളരെയാണ്. പിന്നെ ഞാൻ ചെയ്യുന്ന ഒരു കാര്യം അച്ഛനെപ്പോഴും പറയാനുള്ളത്, നിങ്ങൾ വിശേഷ വിദ്യ എന്താണ് ചെയ്യാറുള്ളതെന്ന്. എനിക്ക് കുറേ നാൾ മുമ്പ് ഞാനത് ഒരു പ്രാവശ്യം സാക്ഷ്യത്തിൽ പറഞ്ഞിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. അതായത് അച്ഛൻ ഒരു ദർശനം പോലെ അച്ഛനെ എനിക്ക് സ്വപ്നത്തിൽ കണ്ട അച്ഛൻ എന്നോട് പറയുകയാണ്, നീ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം വിജിന്ന്. അപ്പം ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛാ ഞാൻ അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കും, ഞാൻ എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് ചോദിച്ചു. അപ്പം അച്ഛനിങ്ങനെ പറഞ്ഞു, നീ പ്രാർത്ഥിക്കണം, നീ ഇവിടേക്ക് വേണ്ടി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നാണ്, അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കണം എന്നാണ് കിട്ടിയത്. അപ്പോൾ ഞാൻ ഈശോയോട് പറഞ്ഞു, ഈശോ ഞാൻ എന്താ അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത്? അപ്പോൾ എനിക്ക് കിട്ടിയ ബോധ്യം അനുസരിച്ച് പിന്നെ മാതാവിനോട് ചോദിച്ചപ്പോൾ എല്ലാ ദിവസവും ഒരു ജപമാല മുഴുവനായിട്ടും ഇവിടെ കൃപാസനത്തിനും അവിടുത്തെ ശുശ്രൂഷകൾക്കും ജോസഫ് അച്ഛനും കൃപാസനത്തിലെ മാതാവിൻ്റെ പ്രത്യക്ഷീകരണം ഡിസംബർ 7-ാം തീയതി പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടത് തിരുസഭ അംഗീകരിക്കാനും എത്രയും പെട്ടെന്ന് അത് ഈ കൃപാസന മാതാവിനെ അൾത്താരയിൽ വണങ്ങാനോ ഉള്ള കൃപ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണം എന്നുള്ള ആ നിയോഗം ഞാൻ എല്ലാ ദിവസവും ഒരു ജപമാലയായിട്ട് ചെല്ലാറുണ്ട്, പ്രാർത്ഥിക്കാറുണ്ട്. അതിലൂടെയാണ് സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഈ ജപമാല ഞാൻ ചൊല്ലി തുടങ്ങിയതിലൂടെയാണ് എൻ്റെ നിയോഗങ്ങളൊക്കെ പെട്ടെന്ന് നടന്നിട്ടുള്ളത്. ഇപ്പം ഞാൻ എപ്പോൾ നിയോഗം വെച്ചാലും ആ നിയോഗത്തിലേക്ക് അധികം ശ്രദ്ധിക്കാറില്ല. അതായത് നിയോഗം വയ്ക്കും, പക്ഷെ ഞാൻ തന്നെ ഇപ്പോൾ എനിക്ക് ജോലി കിട്ടിയത് തന്നെ ഞാൻ ഉടമ്പടി കാലയളവിലാണ്. പക്ഷെ ഞാൻ വെറുതെ അമ്മ പറഞ്ഞുകൊണ്ട് വെച്ച നിയോഗമാണ്. പക്ഷേ അത് പരിശുദ്ധ അമ്മ നമ്മൾ നിയോഗം വെച്ച് കഴിഞ്ഞാൽ അച്ഛൻ പറയണത് പോലെ നമ്മളെ നിയോഗത്തിലേക്ക് നോക്കാണ്ട് നമ്മൾ ഈശോയിലേക്ക് മാത്രം നോക്കിയാൽ മതി. ഇന്ന് അച്ഛൻ ധ്യാനത്തിൽ പറഞ്ഞ പോലെ അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായവർ ലജ്ജിതരാവുകയില്ല. നമ്മളെപ്പോഴും ഈശോയിലേക്ക് നോക്കിയാൽ മതി. അപ്പം നമ്മൾ ലജ്ജിതരാവാൻ ഈശോ അനുവദിക്കില്ല. ഇതാണ് എൻ്റെ സാക്ഷ്യം. ഇനി ദൈവപിതാവ് ഈശോയെക്കുറിച്ച് പറയുന്ന ഒരു വലിയൊരു സാക്ഷിയുണ്ട്. യോഹന്നാൻ്റെ ലേഖനത്തിൽ 1-ാം അധ്യായത്തിൽ 1-ാമത്തെ ലേഖനത്തിൽ 5-ാമത്തെ അധ്യായത്തിൽ 11-ാമത്തെ വാക്യം. ഈ സാക്ഷ്യം ആ വചനം ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ട് ഞാൻ എൻ്റെ സാക്ഷ്യം നിർത്തുകയാണ്. 1 യോഹന്നാൻ 5:11. ഇതാണ് ആ സാക്ഷ്യം. ദൈവം നമുക്ക് നിത്യജീവൻ നൽകി. ഈ നിത്യജീവൻ അവിടുത്തെ പുത്രനിലാണ്. പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും കോടാനുകൂടി നന്ദി. ഇനിയും ഈ അൾത്താരിൽ വന്ന് വീണ്ടും നല്ല സാക്ഷ്യങ്ങൾ പറയാനായിട്ടും സുവിശേഷത്തിൻ്റെ സാക്ഷിയാക്കി എന്നെയും എൻ്റെ കുടുംബത്തെയും ഉയർത്തണമെന്ന് പറഞ്ഞുകൊണ്ടും ഞാൻ എൻ്റെ സാക്ഷ്യം നിർത്തുന്നു. യേശുവേ നന്ദി. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 33-ാം തിരുവചനം. നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുവാൻ, അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. സാക്ഷ്യം അതിനാൽ തന്നെ അല്പം നീളം കൂടിയിരുന്നു, സമയമെടുത്തു. കാരണം വിജി എന്ന സഹോദരിയുടെ ആത്മീയ അനുഗ്രഹങ്ങളും ഭൗതിക അനുഗ്രഹങ്ങളും വളരെ വലുതാണെന്ന് സാക്ഷ്യത്തിൽ നിന്ന് തന്നെ നാം മനസ്സിലാക്കി. വിജി 12 പ്രാവശ്യം ഉടമ്പടി പുതുക്കിയ വ്യക്തിയാണ്. 12 പ്രാവശ്യം എന്ന് പറയുമ്പോൾ അത് 3 വർഷത്തോളം കണ്ടിന്യൂസ് ആയിട്ട് സഹോദരി ഉടമ്പടിയിലാണ്. നമുക്ക് ഉടമ്പടിയിലായിരിക്കുമ്പോൾ അതിൻ്റെ നിബന്ധനകൾ പാലിക്കുക എന്നത് ചിലർക്കെല്ലാം വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷേ ഈ സഹോദരി 3 വർഷക്കാലം കണ്ടിന്യൂസ് ആയി ഈ സഹോദരി ഉടമ്പടിയിലാണ്. 4-ാമത്തെ സാക്ഷ്യമാണിപ്പോൾ പറഞ്ഞത്. അപ്പോൾ സഹോദരിക്ക് ഒരുപാട് അനുഗ്രഹങ്ങളുടെ ഒരു ആത്മീയ അനുഗ്രഹങ്ങളുടെ ഉടമയാണ് വിജിയും കുടുംബവും എന്ന് നമുക്ക് സാക്ഷ്യപ്പെടുത്താം.
വിജി ഈ ഉടമ്പടിയിൽ നിയോഗമായി വെച്ചത് എനിക്കൊരു നല്ല ജോലി തരണമേ എന്നായിരുന്നു. അതിൻ്റെ പ്രതിഫലമായി പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥം വഴി അയാൾക്ക് KCBL എക്സിക്യൂട്ടീവ് എഞ്ചിനീയറിൻ്റെ DB അയാൾക്ക് നിയമനമുണ്ടായി. അതുപോലെ തന്നെ മകൾക്കും ജർമ്മനിയിൽ നല്ലൊരു ജോലി നൽകി. മകളിപ്പോൾ പോകാൻ ഒരുങ്ങി നിൽക്കുകയാണ്, ഈ ദിവസങ്ങൾ പോവുകയാണ്. ഏതെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടി പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടിയോ എല്ലാത്തിലും അടിക്കടി മറ്റുള്ളവരിൽ നിന്നുള്ള സഹായം എത്തുകയും, അതുപോലെ ബാങ്കിലേക്ക് ചെല്ലുമ്പോൾ എവിടെയെല്ലാം തടസ്സങ്ങളാണ്, ബാങ്കിൻ്റെ യാതൊരു റിക്വയർമെൻറ്റും ഇവരുടെ ഡോക്യുമെൻറ്റിലില്ല, പക്ഷേ ബാങ്ക് അധികാരികൾ അതിനെല്ലാം അവർക്ക് വളരെ സപ്പോർട്ടീവായി പോസിറ്റീവായി അവർക്ക് ഗ്രാൻറ്റ് ചെയ്യുന്ന വലിയ ഒരു സാക്ഷ്യമാണ് ഇപ്പോൾ സഹോദരി നമ്മുടെ മുമ്പിൽ വെച്ചത്. ഇതിനെല്ലാം കാരണം ഇവർ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുന്നതുകൊണ്ടാണ്. സഹോദരിയുടെ ഈ വലിയ സാക്ഷ്യത്തിനും, ഒരു വളരെ നീളമുള്ള സാക്ഷ്യമായിരുന്നു, ഈ സാക്ഷ്യത്തിനും അവരുടെ മനോഹരമായ ഉടമ്പടി ജീവിതത്തിനും പരിശുദ്ധാമ്മയും ഈശോയും നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കുമായി വലിയ കൈയടി നൽകി ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.